ഹായ്, നമ്മളേറെ കാത്തിരുന്ന ഓണപരീക്ഷയുടെ ടൈം ടേബിൾ വന്നു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. 8-ന്റെയും 9-ന്റെയും 10-ന്റെയും ടൈം ടേബിൾ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 20-ാം തീയതിയാണ് പരീക്ഷ എക്സ്പെക്ട് ചെയ്തത് അല്ലേ, സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ ടൈം ടേബിൾ നോക്കുമ്പോൾ 18-ാം തീയതി മുതലാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 18-ന് തുടങ്ങിയിട്ട് 26-ാം തീയതി വരെ നമുക്ക് പരീക്ഷയുണ്ട്. അപ്പോൾ നമുക്ക് ടൈം ടേബിൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 8ാം ക്ലാസ്സിന് ഫസ്റ്റ് എക്സാം വരുന്നത് 1ാം ഭാഷ പേപ്പർ 1 ആണ്. ദാറ്റ് മീൻസ് മലയാളം ഫസ്റ്റ്, അതുപോലെ സംസ്കൃതം, അങ്ങനെയുള്ള ലാംഗ്വേജ് സബ്ജക്റ്റുകളാണ് ഇത് 18-ാം തീയതി വരുന്നത്. ഓക്കെ, ഉച്ചയ്ക്കാണ് പരീക്ഷ. അതുപോലെ തന്നെ ചൊവ്വാഴ്ച, ഓക്കെ, ഗ്യാപ്പ് ഒന്നുമില്ല, 18 കഴിഞ്ഞ് 19-ാം തീയതി ഇംഗ്ലീഷ് പരീക്ഷയുണ്ട്. അത് കഴിഞ്ഞ് ബുധനാഴ്ചയാണ് 20-ാം തീയതി, ഗ്യാപ്പില്ല, അവിടെയും ഗ്യാപ്പില്ല, ഹിന്ദിയാണ്. ലാംഗ്വേജസ് അങ്ങനെ ഫസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം എന്താണ്, വ്യാഴാഴ്ച ഗണിതമാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അതിനും ഗ്യാപ്പില്ല, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ പരീക്ഷയ്ക്കും എന്തില്ല, ഗ്യാപ്പില്ല, കൃത്യമായിട്ട് തന്നെ പഠിക്കണം. പിന്നെ അത് കഴിഞ്ഞ് 22-ാം തീയതി എന്താണ്, 2 എക്സാമുകളുണ്ട്. ഏതൊക്കെ? സോഷ്യൽ സയൻസും അതുപോലെ തന്നെ കലാകായികവും. അത് നിങ്ങൾ കൃത്യമായിട്ട് സോഷ്യൽ സയൻസ് ഫോക്കസ് ചെയ്ത് കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ 25-ാം തീയതി, ഓക്കെ, 22-ാം തീയതി വെള്ളിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ ശനി ഞായറും നിങ്ങൾക്ക് അവധിയാണ്. അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച 25-ാം തീയതി ഏത് പരീക്ഷയാണ്? മലയാളം സെക്കൻഡ് അല്ലെ, 1ാം ഭാഷ പേപ്പർ 2 ആണ് എക്സാം വരുന്നത്. അതുപോലെ പിന്നെ ചൊവ്വാഴ്ച വരുന്നത് അടിസ്ഥാന ശാസ്ത്രം. ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മുടെ സയൻസ് സബ്ജക്ട് വരുന്നത്. ഓക്കെ, 26-ാം തീയതി ചൊവ്വാഴ്ച. ഓക്കെ ആണല്ലോ, 8ാം ക്ലാസ്സുകാർക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ടൈം ടേബിള്. ഇനി 9ാം ക്ലാസ്സിൽ വരുമ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റ് തന്നെ സോഷ്യൽ സയൻസ് ആണ് മക്കളെ. നല്ല രീതിയിൽ തന്നെ പഠിച്ചാലേ കിട്ടുള്ളൂ. അപ്പോൾ സോഷ്യൽ സയൻസ് രാവിലെയാണ് എക്സാം. അതുപോലെ ചൊവ്വാഴ്ച വീണ്ടും ഗ്യാപ്പില്ല, അവിടെ ഇംഗ്ലീഷും അതുപോലെ തന്നെ വർക്ക് എക്സ്പീരിയൻസിൻ്റെയും എക്സാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ബുധനാഴ്ച ഹിന്ദിയും ബയോളജിയാണ് കേട്ടോ. 2 എക്സാമുകളുണ്ട്, പ്രത്യേകം നോട്ട് ചെയ്യണം. ഹിന്ദിയും ബയോളജിയും. അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എല്ലാം ഇപ്പോഴേ നിങ്ങൾ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അതുപോലെ വ്യാഴാഴ്ച ഗണിതാണ്, രാവിലെയാണ് എക്സാം, ശ്രദ്ധിക്കണം. അതുപോലെ വെള്ളിയാഴ്ച 1ാം ഭാഷ പേപ്പർ 2 ആണ്. ഓക്കെ, അത് 1:30 മുതൽ 3:15 വരെയാണ്. കാരണം വെള്ളിയാഴ്ച കുറച്ച് സമയം കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് 1:30 മുതൽ 3:15 വരെയാണ് എക്സാം വരുന്നുണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞ് ശനി ഞായർ അവധി. അതിനുശേഷം തിങ്കളാഴ്ച നമുക്ക് ബുദ്ധിമുട്ടേറിയ 2 സബ്ജക്റ്റ്, കെമിസ്ട്രിയും ഫിസിക്സും അല്ലേ. നമ്മൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റാണ് കെമിസ്ട്രിയും ഫിസിക്സും. അത് നിങ്ങൾ കൃത്യമായിട്ട് ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു പോകണം. കാരണം നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം ശനിയും ഞായറും മാത്രം വെച്ചിരുന്നാൽ പോരാ. എന്ത് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ കെമിസ്ട്രിയും ഫിസിക്സും കൃത്യമായിട്ട് പഠിക്കണം. അതിനുശേഷം ഈ കെമിസ്ട്രി ഫിസിക്സ് തിങ്കളാഴ്ച കഴിഞ്ഞാൽ, ഓക്കെ, രാവിലെയും ഉച്ചയ്ക്കും പരീക്ഷയുണ്ട്. അത് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച എന്താണ്, 1ാം ഭാഷ പേപ്പർ 1 ആണ് എക്സാം നിങ്ങൾക്ക് ഫൈനലായിട്ട് 26-ാം തീയതി വരുന്നത്. ഓക്കെ, പിന്നെ 10ാം ക്ലാസ്സിന്റെ കേസ് പറയുകയാണെങ്കിൽ 10ാം ക്ലാസ്സിന് 18-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഗണിതം, പിന്നെ അത് കഴിഞ്ഞ് 1ാം ഭാഷ പേപ്പർ 1 എല്ലാവർക്കും രാവിലെയാണ് അല്ലെ. 10ാം ക്ലാസ്സിന് രാവിലെയാണ്, 9ാം ക്ലാസ്സിന് രാവിലെയാണ്. 8ാം ക്ലാസ്സുകാർക്ക് മാത്രമാണ് ഉച്ചയ്ക്ക് ശേഷം പരീക്ഷകൾ വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് വ്യാഴാഴ്ച സോഷ്യലും ഹിന്ദിയും വരുന്നുണ്ട്. അവിടെ 2 സബ്ജക്റ്റ് വരുന്നുണ്ട്, ശ്രദ്ധിക്കണം. വ്യാഴാഴ്ച ടൈം ടേബിൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി താഴെ PDF കൊടുത്തേക്കാം. അത് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞ് ഹിന്ദിയും കഴിഞ്ഞു. അത് കഴിഞ്ഞ് 1ാം ഭാഷ പേപ്പർ 2. അത് കഴിഞ്ഞ് ശനി ഞായർ അവധിയുണ്ട്. പിന്നെ അതിനുശേഷം തിങ്കളാഴ്ചയാണ് മക്കളെ പരീക്ഷ. തിങ്കളാഴ്ച ഫിസിക്സ് പരീക്ഷ മാത്രമാണുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച 2 എക്സാമുകളുണ്ട്, കെമിസ്ട്രിയും ബയോളജിയും അല്ലെ. ബയോളജി നിങ്ങൾക്കറിയാം, 2ാമത്തെ ചാപ്റ്ററൊക്കെ ഒരുപാട് വാസ്റ്റ് ആണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ഇപ്പോഴേ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ കെമിസ്ട്രിയുടെ കേസ് പറയുകയാണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയാണ്. ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ലാസ്റ്റ് എക്സാംസ് വരുന്നത്, കെമിസ്ട്രിയും ബയോളജിയും. അപ്പോൾ ടൈം ടേബിൾ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ PDF വേണ്ടവർ താഴെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതിന്റെ PDF ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെയുള്ള അപ്ഡേറ്റ്സുകളും അതുപോലെ ഇതിന്റെ റിവിഷൻ ക്വസ്റ്റ്യൻസ് അടക്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആയിരിക്കും. സോ താങ്ക് യു, ബൈ.